ഇപ്പോൾ അന്ന് ജാഥ നടത്തിയത് സംബന്ധിച്ച് ഇപ്പോൾ പിതാവിനെതിരെ അടക്കം കേസെടുക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. എങ്ങനെയാണ് ഇനി ഇതിനെ നേരിടാൻ പോകുന്നത്? വലിയ ജനകീയ വിഷയമായിട്ട് മലയോര മേഖലയിൽ മാറിയിട്ടുണ്ട്. മാർ ജോർജ് പുന്നക്കോട്ടിൽ എന്ന് പറയുന്ന കോതമംഗലം രൂപതയുടെ മുൻ അധ്യക്ഷൻ, അദ്ദേഹം കഴിഞ്ഞ ദിവസം പെയ്ത മഴയ്ക്ക് ഉയർന്നു വന്ന നേതാവല്ല. കഴിഞ്ഞ ഏറെക്കുറെ 50 വർഷത്തോളമായി കോതമംഗലം രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ വികസന കുതിപ്പ് കൊണ്ടുവരുന്നതിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ് കോതമംഗലം രൂപതയുടെ മുൻ അധ്യക്ഷൻ അഭിവന്ദ്യ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ്. പുന്നക്കോട്ടിൽ പിതാവിന്റെ പാത പിന്തുടർന്നുകൊണ്ട് കോതമംഗലം രൂപതയും അഭിവന്ദ്യ മടത്തിക്കണ്ടത്തിൽ പിതാവും ഇന്ന് അതേ കർഷകർക്ക് വേണ്ടി ഏറ്റവും ശക്തമായ രീതിയിൽ നിലപാടെടുത്തു പോകുന്ന ഒരു രൂപതയാണ് കോതമംഗലം രൂപത. ശരിക്കും ഇത് സംഭവിച്ചത് ആലുവ മൂന്നാർ രാജപാത എന്ന് പേരിട്ട് വിളിക്കപ്പെടുന്ന ഏതാണ്ട് ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു റോഡ്, PWD ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുള്ള രാജഭരണകാലം മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷുകാർ വെട്ടിയ ഒരു റോഡാണിത്. ഇത് സർവേ നമ്പർ പ്രകാരം 883, 885, 887, 889 എന്നീ 4 സർവേ നമ്പറുകളായിട്ട് 4 ഹെക്ടർ സ്ഥലം റോഡിന് മാത്രമായിട്ട് അളന്ന് തിരിച്ച് സർവേ സ്റ്റോണുകൾ 1900-ൽ സ്ഥാപിച്ചതാണ്. അതായത് ഈ റോഡ് കൃത്യമായിട്ട് തന്നെ അളന്ന് തിരിച്ച് റവന്യൂ രേഖകളുള്ള ഒരു റോഡാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ പക്കൽ നിന്ന് ഇത് വനം വകുപ്പ് യാതൊരു അധികാരമില്ലാതെ വനം വകുപ്പ് ഇത് കയ്യേറി. അവരവിടെ കയ്യേറി കുറച്ചു കാലം അവരുടെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടു, അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത് ഈ റോഡ് പുനരുദ്ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമിതി, ഇത് ഈ നാട്ടിലുള്ള ആളുകൾ എല്ലാവരോടും ചേർന്ന് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ചേർന്ന് നടത്തിയ ഒരു വലിയ പ്രതിഷേധ റാലി ഇവിടെ നടത്തപ്പെട്ടു. 2000-ലധികം ആളുകൾ പങ്കെടുത്തു. ഇത്രയും ജനരോഷം ഉണ്ടായപ്പോ വനം വകുപ്പ് വിചാരിച്ചത് ഈ ആളുകളെ എങ്ങനെയെങ്കിലും പ്രകോപിപ്പിച്ച് ആളുകളെ കൊണ്ട് അസ്വസ്ഥരാക്കി ഒരു പോലീസ് ലാത്തിചാർജോ മറ്റു കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഏതെങ്കിലും തരത്തില് ഈ റാലിയെ മൊത്തം തകർത്ത് കളയാൻ പറ്റും, ഈ ജനകീയ മുന്നേറ്റത്തെ തകർത്ത് കളയാൻ പറ്റും എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷേ സംഭവിച്ചത് അഭിവന്ദ്യ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് ഈ റാലിയുടെ മുൻനിരയിലെത്തി. അഭിവന്ദ്യ പിതാവ് 90 വയസ്സുള്ള പിതാവാണ്. ഈ പ്രദേശത്തെ മുഴുവൻ കൃത്യമായിട്ട്, അതായത് ഓരോ സ്ഥലങ്ങളെയും പേരെടുത്ത് പറയാൻ കഴിയുന്ന അത്രമാത്രം ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ഈ കോതമംഗലം രൂപതയുടെ മുൻ അധ്യക്ഷൻ, അദ്ദേഹം ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വലിയ സ്വീകാര്യനായ വ്യക്തിയാണ്, പൊതുസമൂഹം ആദരിക്കുന്ന വ്യക്തിയാണ്. ഇങ്ങനെ ഒരാള് ഈ റാലിയുടെ മുൻനിരയിലേക്ക് വന്നു നിന്നപ്പോ ഈ വനം വകുപ്പുകാരുടെ കള്ളത്തരങ്ങളൊന്നും നടന്നില്ല. വളരെ സമാധാനപൂർണമായി, വളരെ അച്ചടക്കത്തോടുകൂടെ, വളരെ മാന്യമായ രീതിയിൽ റാലി പൂർത്തിയാക്കാനായിട്ട് ജനമുന്നേറ്റ യാത്ര 2-2.5 കിലോമീറ്ററോളം ഈ റോഡിലൂടെ മുൻപോട്ട് പോകാനായിട്ട് പറ്റി. വനം വകുപ്പ് പ്രതീക്ഷിച്ചതുപോലെയുള്ള യാതൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ആളുകൾ വലിയ ജാഗ്രതയിലായിരുന്നു. കാരണം പിതാവ് നയിക്കുന്ന റാലിക്ക് ഒരു നിലവാരം ഉണ്ടാവും. ആ നിലവാരത്തിൽ ആളുകൾ റാലി നടത്തി 3000-ഓളം ആളുകൾ അനാവശ്യമായിട്ട് മുദ്രാവാക്യം പോലും വിളിക്കാതെ, പ്രകോപനപരമായ ഒരു മുദ്രാവാക്യം പോലും വിളിക്കാതെ റാലി മുമ്പോട്ട് പോയി. റാലി പോയി തിരിച്ചു വന്ന് റാലി സമാപിച്ചു. ആളുകൾ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അവസാനിപ്പിച്ച ആളുകൾ മുമ്പോട്ട് പോയ നേരത്ത് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഇച്ഛാഭംഗത്തിൽ നിന്ന് ഈ പിതാവിനെതിരെ, ഡീൻ കുര്യാക്കോസ് എംപിക്കെതിരെ, ആന്റണി ജോൺ MLA-ക്കെതിരെ, പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ, 4 വൈദികർക്കെതിരെ, മൊത്തം 23 പേർക്കെതിരെ കള്ളക്കേസ് എടുത്തിരിക്കുകയാണ് വനം വകുപ്പ്. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുക. ഇവിടെ ഈ സർക്കാരിനെതിരെയും വനം വകുപ്പിനെതിരെയും ജനങ്ങളുടെ വലിയ രോഷം ആളുകെത്തുകയാണ്. പലരും ഈ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധ റാലിയൊക്കെ വെക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെടും. ക്രൈസ്തവരല്ല, അക്രൈസ്തവരായ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആളുകൾ അത്രമാത്രം പ്രബുദ്ധരായതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു റാലി വെക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും ഒരു പ്രതിഷേധ റാലി വെക്കുന്നതൊട്ടും ആരോഗ്യകരമാവില്ല. കാരണം അത്രമാത്രം വനം വകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും ജനരോഷം ആളുകെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയമായിട്ട് നമ്മളിപ്പോ ഈ അവസ്ഥയിൽ നമ്മളായിരിക്കുക. കാരണം ഇത് ഒരിക്കലും ഒരു വനത്തിൽ കയറിയൊന്നല്ല, ജനങ്ങൾക്ക് അവകാശപ്പെട്ട ജനങ്ങളുടെ റോഡിലൂടെ നയിച്ചതാണ്. അഭിവന്ദ്യ പിതാവ് അന്ന് പ്രസംഗത്തിൽ പറഞ്ഞു, എന്റെ ജനത്തിനൊപ്പം ഞാനുണ്ടാവും. അതായത് എനിക്ക് റോഡിനെ സംബന്ധിച്ച് ആരും പറഞ്ഞു തരേണ്ടതില്ല. ഞാൻ പല പ്രാവശ്യം റോഡിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, നടന്നു പോയിട്ടുണ്ട്, വാഹനത്തിൽ പോയിട്ടുണ്ട്. അന്നൊന്നും ആരും തടയാൻ വന്നിട്ടില്ല. എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഇത് ജനങ്ങളുടെ റോഡാണെന്നുള്ളത്. പല പ്രാവശ്യം അനുഭവിക്കാൻ പോയിട്ടുണ്ട്. അത്രയും ബോധ്യത്തോടു കൂടെ ഒരു അഭിവന്ദ്യ പിതാവ് എന്ന് പറഞ്ഞപ്പോ അതിന് വലിയ ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെ വലുതാ. അതിന്റെ പേരിലാണ് അഭിവന്ദ്യ പിതാവിനെതിരെയും ജനപ്രതിനിധികൾക്കെതിരെയും നേതാക്കന്മാർക്കെതിരെയും ഒക്കെ കള്ളക്കേസ് ചുമത്തി ഇങ്ങനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷെ ഇതൊന്നും കണ്ട് പേടിക്കാനാ. അത് ഓലപ്പാമ്പ് കണ്ട് പേടിക്കുന്നവരല്ല അഭിവന്ദ്യ പുന്നക്കോട്ടിൽ പിതാവും കോതമംഗലം രൂപതയും ഈ നാട്ടിലെ ജനസമൂഹവും ഈ നാട്ടിലെ ജനനേതാക്കന്മാരും ഒക്കെ. ആലുവ മൂന്നാർ റോഡെന്ന് പറയുന്നത് ഒരിക്കൽ തുറക്കപ്പെടേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഈ റോഡ് തുറക്കപ്പെടേണ്ടി വരും. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് റോഡ് തുറന്നു കൊടുക്കേണ്ടി വരും. കയ്യേറ്റക്കാരായ വനം വകുപ്പുകാർ ഇവിടുന്ന് മാറേണ്ടതായിട്ട് വരും.
കുട്ടമ്പുഴ പ്രദേശത്തെ ഏറ്റവും വലിയ കയ്യേറ്റക്കാരും വനംവകുപ്പുകാരാണ്. ഇന്നത്തെ DFO, ഇന്നത്തെ റേഞ്ച് ഓഫീസർ ഇരിക്കുന്ന സ്ഥലം കുട്ടമ്പുഴയിലേത് ഈ റോഡിന്റെ ഭാഗമായിരുന്നു, വനംവകുപ്പുകാർ കയ്യേറിയതാണ്. ഇന്നത്തെ ഫോറസ്റ്റ് ഓഫീസർ ഇരിക്കുന്ന സ്ഥലം വനംവകുപ്പുകാര് കയ്യേറിയതാണ്. ഇങ്ങനെ വനംവകുപ്പിന്റെ കയ്യേറ്റത്തിൽ നിന്ന് ഈ നാടിന്റെ സ്വത്തായ ഈ ആലുവ മൂന്നാർ റോഡ്, പൈതൃക പറങ്ങുന്ന റോഡ് തിരിച്ചു പിടിക്കുന്നിടം വരെ ഞങ്ങൾ എല്ലാവരും സമരരംഗത്തുണ്ടാകും. ജാതി മത ഭേദമന്യേയുള്ള ആളുകൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നടത്തിയ ഒരു ജനമുന്നേറ്റ റാലിയാണ്. കോതമംഗലം രൂപത എല്ലാ കാലത്തും കർഷക വിഷയങ്ങളിൽ എന്നും കർഷകർക്കൊപ്പം നിൽക്കുന്ന ഒരു രൂപതയാണ്. അഭിവന്ദ്യ കുന്നുകോട്ട് പിതാവിന്റെ ദീർഘവീക്ഷണമാണ് എറണാകുളം, ഇടുക്കി ജില്ലയുടെ മലയോര മേഖലകള്. ഈ മലയോര മേഖലകളെല്ലാം കൃത്യമായ രീതിയിൽ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും വികസനങ്ങൾ കൊണ്ടുവരാനും അതുപോലെ ആശുപത്രികൾ സ്ഥാപിക്കാനും ഒക്കെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നടപ്പാക്കാനായിട്ട് പ്രത്യേകമായ ഒരു ആർജവത്വം ഉണ്ടായിരുന്ന ഈ മലനാടിനെ രക്ഷിക്കാനായിട്ട് ദൈവം നിയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു അഭിവന്ദ്യ കുന്നുകോട്ടിൽ പിതാവ്. അദ്ദേഹം ആ ദൗത്യം തുടരുന്നു. അദ്ദേഹത്തിന്റെ ആ നേതൃത്വത്തില് ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ ഈ ജനങ്ങളെ ഭിന്നിപ്പിച്ച് കളയാനായിട്ട് കഴിയില്ല എന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ശക്തനായ ഒരു നേതാവ്, അതും യാതൊരു തരത്തിലുള്ള സ്വാധീനങ്ങൾക്കും വഴങ്ങാത്ത, നെഞ്ചുറപ്പോടെ വർത്തമാനം പറയുന്ന ഒരു ബിഷപ്പും ഒരു രൂപതയും ഈ മുൻനിരയിലേക്ക് വന്നപ്പോ അതിനെ ഇവർക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. തന്നെയല്ല, ഇതൊരു സമുദായത്തിന് മാത്രം പ്രോഗ്രാമായിട്ട് ഇവർക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുണ്ടായിരുന്നു, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരുണ്ടായിരുന്നു. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിംസും ഒക്കെ ഒരുമിച്ച് ഒരു മെയ്യോടുകൂടി അഭിവന്ദ്യ പിതാവിനോടൊപ്പം മുമ്പോട്ട് പോകുന്നു. ശരിക്കും ഇന്ന് ഈ അഭിവന്ദ്യ പിതാവിനെതിരെ എടുത്ത ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഇതിന്റെ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഇതിന്റെ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കെല്ലാം വലിയൊരു ആവേശമാണ്. കാരണം അഭിവന്ദ്യ പിതാവിനോടൊപ്പം ഈ ഒരു സമര പശ്ചാത്തലത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനകരമാണ്. ഒരാൾ പോലും ഭയപ്പെടുകയില്ല. ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ അതീതമായിട്ട് ജനങ്ങൾ ഒരുമിച്ച് ഇവിടെ നിൽക്കും. ഒരിക്കൽ ഈ രാജപാത തുറന്നു കിട്ടുന്ന ആ നല്ല ദിവസത്തിന് വേണ്ടി പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. കേസുകൾക്ക് ഇഷ്ടം പോലെ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അതിന്റെ വഴിക്ക് പോകും. പക്ഷേ ഒരിക്കൽ പോലും ഈ സമര രംഗത്ത് നിന്ന് പിന്മാറാനോ ഈ ആവശ്യത്തിൽ പിന്മാറാനോ സഭയോ സമൂഹമോ ഒരിക്കലും തയ്യാറല്ല. ജാതി മത ഭേദമന്യേ എന്നും ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ള പാരമ്പര്യമാണ് കോതമംഗലം രൂപതയ്ക്കുള്ളത്. ആ ഒരു പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനി മുമ്പോട്ട് പോകും. വളരെ നന്ദി ഫാദർ, ഞങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് വളരെ നന്ദി.